റബൽ സ്റ്റാർ രാജാ സാബ് നമ്മുടെ റബൽ സ്റ്റാർ പ്രഭാസിന്റെ രാജാ സാബ്. എന്റെ മോനെ, ഒരുപാട് കാലങ്ങളായിട്ട് മൂപ്പരുടെ ഫാൻസ് ഓൾ ഇന്ത്യൻ ഫാൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് രാജാ സാബ്. അതിന്റെ കുറച്ച് ടീസറും ഗ്ലിംസും ഒക്കെ നമ്മൾ അൺഒഫീഷ്യൽ ആയിട്ട് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, പോസ്റ്ററും സാധനങ്ങളൊക്കെ. പക്ഷെ ഇന്ന് നടക്കുന്നത് അതിന്റെ ടീസർ ലോഞ്ച് ഈവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒഫീഷ്യൽ ടീസർ ഇറക്കി വിട്ടിട്ടുണ്ട് രാജാ സാബിന്റെ. 2 മിനിറ്റ് 37 സെക്കൻഡ് കത്തിക്കലായിരിക്കും എന്തായാലും. യൂട്യൂബിൽ ഇപ്പൊ ഇറക്കി വിട്ടിട്ട് 22 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. 7 ലക്ഷം 8 ലക്ഷത്തോളം വ്യൂസ് കയറിയിട്ടുണ്ട്. സോ പ്രഭാസ് ഫാൻസിന്റെ ദിവസമാണെന്ന് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം, കാണാൻ കാത്തിരിക്കുന്ന ഒരു സംഭവം. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് റെഡി ടു സീ ദ റെബൽ സ്റ്റാർ പ്രഭാസ്. Guys, Raja Saab time. Let's see here, man. Raja Saab. Country delight మన ముందుకు తెస్తుంది మీ రాజా సాబ్ ని. Okay. స్క్రీన్ ഒന്ന് വലുതായിക്കോട്ടെ. Okay. Oh. ఈ ఇల్లు నా దేహం, ఈ సంపద నా ప్రాణం, నా తదనంతరం కూడా దీన్ని నేను మాత్రమే అనుభవిస్తాను. Here he comes, man. Oh. హలో బండి కొంచెం మెల్లగా. అయ్యా, అసలే మన లైఫ్ అంతంత మాత్రం. చెప్పు, చేసిన పాపమేమి? నేరాలు పాపాలేంటండి, డిగ్నిఫైడ్గా లవ్ చేస్తేనే. చచ్చే వరకు చేయవద్దని వెయ్యాల్సిన ముద్రలు వేసేసావు. మేడం, ఏదో తాగిన మధ్యలో కరిసేసినట్టున్నాను. Romance, okay. Now get into the action, guys. Horror സംഭവം കൂടിയുണ്ട്. జగన్నాథ ప్రభు, క్యా హో రహా హై? Oh. Sanjay Dutt, right? తాత వైర్ కొరికేసాడేమో చూడరా బయట. Biggest horror fantasy ever in Indian cinema. Raja Saab. Okay. Guys, Raja Saab. The biggest horror fantasy cinema in Indian cinema. Ever in Indian cinema എന്നാ പറയുന്നത്. അതായത് ഹൊറർ ഫാന്റസിയിൽ കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻ. ഞാൻ ഇതിൽ കണ്ടിട്ട് ഫസ്റ്റ് 1-2 സീൻസുകൾ കണ്ട്. പക്ഷെ നേരത്തെ നമുക്കറിയാം ഇതൊരു ഹൊറർ സംഭവം ഉള്ളൊരു ഒരു സിനിമയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നേരത്തെ. റബൽ സ്റ്റാർ പ്രഭാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാഹുബലിയാണ് മൂപ്പർക്ക്. അതിനു മുമ്പും ഒബ്വിയസ്ലി ഹി വാസ് എ ബിഗ് സ്റ്റാർ, ദ റബൽ സ്റ്റാർ തന്നെയായിരുന്നു. പക്ഷെ ബാഹുബലി എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഫാൻ ബേസ് നേടിക്കൊടുത്തു. ബാഹുബലി 1 and 2 മൈ ഫേവറേറ്റ്. ദെൻ സലാർ, ഒബ്വിയസ്ലി ദാറ്റ് ആക്ടിങ്, ദ സിനിമ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ഞാൻ ലാസ്റ്റ് കൽക്കി ഇറങ്ങി. അതിന് 2-3 ഫ്ലോപ്പും എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് എഗൈൻ ആ പണ്ടത്തെ ഒരു സംഭവം, ഇപ്പൊ ലുങ്കിയൊക്കെ കൊടുത്ത് വരുന്നുണ്ട്. ലുങ്കിയൊക്കെ കൊടുത്ത് കുറെ കാലായി റബൽ സ്റ്റാർ പ്രഭാസ്. ആ ഒരു എന്റർടൈൻമെന്റ് മസാല പക്ക ഒരു കൊമേഴ്ഷ്യൽ സംഭവത്തിലേക്ക് വരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ പക്ക കൊമേഴ്ഷ്യൽ ഒരു അതല്ല, ഇതൊരു ഹൊറർ ഫാന്റസി ഫിലിം അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഫാൻസിന് ഇതെന്തായാലും ഉത്സവം തന്നെ ആയിരിക്കും. ഇതൊരു സഞ്ജയ് ദത്തൊക്കെ ഉണ്ട്. സഞ്ജയ് ദത്ത് മറ്റേ മൂപ്പര പേര് ഞാൻ മറന്നുപോയി. റിതേഷ് ദേശ്മുഖിന്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളും, മൂപ്പരുടെ പേരാണ് ഇതിൽ വില്ലനായിട്ട് എനിക്ക് ഫസ്റ്റ് വന്നത് റിപ്പോർട്ടുകളിലും. ബാക്കി എനിക്ക് തോന്നുന്നു കാസ്റ്റിങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു.
പക്ഷെ ഏതൊരു പോസ്റ്ററിൽ നമ്മൾ കണ്ടതുപോലെ റിതേഷ് ദേശ്മുഖിന്റെ. പക്ഷെ ഇതിപ്പോ നമുക്ക് സഞ്ജയ് ദത്താണ് വില്ലനായിട്ട് ആ ഒരു ഹൊറർ സംഭവത്തിലേക്ക് വരുന്നത്. അത് എന്തുകൊണ്ട് എങ്ങനെ ചേഞ്ച് ആയതാണോ എന്ന് എനിക്കറിയില്ല. ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടവരിൽ കമന്റ് ചെയ്യുക. ബട്ട് സഞ്ജയ് ദത്ത് അഗെയിൻ കമ്മിങ് ടു തെലുഗു സിനിമ. ഗുഡ്, ദാറ്റ്സ് ഗുഡ്. എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് റബൽ സ്റ്റാർ ഫാൻസിനുള്ള ഉത്സവം ഒരു സംഭവം തന്നെ ആയിരിക്കും. എന്തായാലും കോമഡി, ആക്ഷൻ ആൻഡ് എന്തായാലും സ്വാഗ് ആൻഡ് ഹൊറർ ഫാന്റസി സംഭവം കൂടി വരും സമയത്ത് ഒബ്വിയസ്ലി ആൾക്കാർ പ്രതീക്ഷിക്കുന്ന സംഭവങ്ങൾ, മസാല സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ ഇത് എത്രമാത്രം വർക്കൗട്ട് ആവും എന്നുള്ളത് അറിയില്ല. സലാറ് പോലെ അല്ലെങ്കിൽ കൽക്കി പോലെ ബാഹുബലി പോലെ അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ ഇത്. പക്ഷെ ഏതായാലും നോക്കാം, റബൽ സ്റ്റാറിന്റെ വ്യത്യസ്തമായ ഒരു മുഖം നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. എനിവേ ഇറ്റ്സ് നോട്ട് ബാഡ്. ടീസർ ഇപ്പൊ കണ്ടത് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, അടിപൊളി. നമുക്ക് എന്തായാലും പ്രതീക്ഷ സംഭവം തന്നെയാണ് ഉള്ളത്. ആൻഡ് നമുക്ക് ഇനി വരും സംഭവങ്ങൾ, ട്രെയിലറും കാര്യങ്ങളും ബാക്കിയുള്ളത് നോക്കാം. ഡിസംബർ 5-നാണ് കേട്ടോ, ഡിസംബർ 5. ഇനിയും 4-5 മാസം ഇനിയും ഉണ്ട്, കാണാം എങ്ങനെയാണെന്നുള്ളത്. സോ ഗൈസ്, അപ്പോൾ എത്ര വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡൻ ബിയർഡ് റിയാക്ട്സ്.